നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇന്ത്യ പാക് വെടിനിർത്തലിന് ശേഷം ഇന്ത്യക്കെതിരെ ഏറ്റവും അധികം കടന്നാക്രമണം നടത്തിയത് ലോക്സഭ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യയുടെ എത്ര വിമാനങ്ങളാണ് പാകിസ്ഥാൻ വെടിവെച്ചിട്ടത് തുടങ്ങി യുദ്ധത്തിലെ ഇന്ത്യയുടെ നഷ്ടക്കണക്കുകൾ ചോദിക്കുകയായിരുന്നു രാഹുൽ. ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനെ വിവരമറിയിച്ചു എന്ന നുണപ്രചാരണവും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഇന്ത്യ പാക് യുദ്ധത്തെക്കുറിച്ച് വ്യാജ വാർത്തകളും കള്ളവിവരങ്ങളും പരത്തുകയായിരുന്നു. പാകിസ്ഥാൻ പട്ടാള ജനറലിനെ പോലെയാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. പാകിസ്ഥാൻ കോൺഗ്രസ് എന്നാണ് കോൺഗ്രസിനെതിരെ ഉയരുന്ന വിമർശനവും. പാകിസ്ഥാനുമായി വെടിനിർത്തൽ നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ കീഴടങ്ങി എന്ന അർത്ഥത്തിൽ നരേന്ദ്ര സറണ്ടർ എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയും ജോർജ് സോറസും എഞ്ചിനുകളും സമൂഹ മാധ്യമങ്ങൾ വൻ പ്രചരണം അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ ഈ വ്യാജ പ്രചരണങ്ങൾക്ക് ശശി തരൂർ തന്നെ കൃത്യമായ മറുപടി നൽകുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കുവാനും പാകിസ്ഥാന്റെ ഭീകരബന്ധം തുറന്നു കാട്ടുവാനും US-ലെത്തിയ കോൺഗ്രസ് നേതാവ് ശശി തരൂരും രാഹുൽ ഗാന്ധിയുടെ നരേന്ദ്ര സറണ്ടർ ക്യാമ്പയിനെ ശക്തമായി വിമർശിക്കുകയായിരുന്നു. ഇന്ത്യക്ക് പാകിസ്ഥാനുമായി വെടിനിർത്തലിന് ഒരു മൂന്നാം ശക്തിയുടെ ആവശ്യമില്ല എന്നായിരുന്നു തരൂർ US-ൽ നൽകിയ മറുപടി. പാകിസ്ഥാന്റെ ഭീകരവാദികളായ നേതാക്കൾക്ക് ഉചിതമായ മറുപടിയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നൽകിയത്. കോൺഗ്രസ് നേതാക്കളായ സൽമാൻ ഖുർഷിദ് മുതൽ ശശി തരൂർ വരെയുള്ളവർ ഇതേക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ തന്നെ ഇന്ത്യയുടെ വിജയത്തിന്റെ തെളിവുകൾ നൽകുന്നു. യാതൊരു മര്യാദയുമില്ലാത്ത രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ ചാരനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. വിഡിതം വിളമ്പുന്നതിന് ഒരു പരിധിയുണ്ട്. പ്രതിപക്ഷ പാർട്ടിയിൽ ഇരിക്കുന്നു എന്നതിനർത്ഥം രാജ്യത്തിനെതിരെ സംസാരിക്കലല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ കോൺഗ്രസിൽ ഒരാളുമില്ലേ? BJP IT സെൽ ചുമതലയുള്ള അമിത് മാളവിയും രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു. ചരിത്രം ഇത് ഓർമ്മിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അമിത് മാളവിയ ആഞ്ഞടിച്ചത്. ദോക്ലാം മുതൽ പഹൽഗാം വരെ ഇന്ത്യ ഒറ്റക്കെട്ടായി രാജ്യത്തിന്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കുവാനും ആഗോള ശക്തിയായി ഉയരുവാനും ശ്രമിക്കുമ്പോഴെല്ലാം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രീയ സാമ്പത്തിക ഉയർത്തെഴുന്നേൽപ്പിനെ എതിർക്കുന്ന ശക്തികളുമായി എപ്പോഴും കൈകോർക്കാറുണ്ട്. പാകിസ്ഥാൻ പറയുന്ന അതേ ഭാഷയിൽ സംസാരിക്കാൻ ഇന്ത്യക്ക് മടിയില്ല. പാകിസ്ഥാന്റെ ഭീകരവാദത്തെ ഇന്ത്യ സൈനിക കരുത്തുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. അതിന് ഒരു മൂന്നാമത് രാജ്യത്തിന്റെ പിന്തുണ ഇന്ത്യക്ക് ആവശ്യമില്ല. പാകിസ്ഥാനുമായി വെടിനിർത്തൽ ഇന്ത്യക്ക് US-ന്റെ ആവശ്യമില്ല എന്നും പാകിസ്ഥാൻ ആക്രമണം നിർത്തിയാൽ ഇന്ത്യയും നിർത്തുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങളോട് ഇന്ത്യ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. അവർ അത് പാകിസ്ഥാനോട് പറഞ്ഞു കാണും. അതാവാം അവർ വെടിനിർത്തലിന് തയ്യാറായതും. അതോടെ ഇന്ത്യയും വെടിനിർത്തി. അല്ലാതെ വെടിനിർത്തലിന് പിന്നിൽ മൂന്നാമത്തെ ഒരു രാജ്യത്തിന്റെ ഇടപെടലും ഉണ്ടായിട്ടില്ല. നരേന്ദ്രൻ സറണ്ടർ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു തരൂരിന്റെ മറുപടി. സറണ്ടർ ചെയ്തത് രാഹുൽ ഗാന്ധിയാണ്. ഇല്ലാത്ത നുണപ്രചരണങ്ങൾ നടത്തി സർക്കാരിനെ താറടിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ രാഹുൽ ഗാന്ധിക്ക് മുന്നിലുള്ളൂ.